നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പുതുപ്പള്ളി തലപ്പാടി ക്യാമ്പസിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ച് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സ്മോൾ ആനിമൽ ഹോം ഒരുങ്ങി. ഉദ്ഘാടനം 26. കോട്ടയം ആർപ്പുക്കരയിൽ സ്കൂൾ മൈതാനത്തിന് സമീപത്ത് നിന്നും ലഭിച്ച അസ്ഥികൂടം 30 വയസ്സ് പ്രായമുള്ള യുവാവിന്റേത്. അന്വേഷണം ജില്ലയ്ക്ക് വെളിയിലേക്ക്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിൽ സംഗീത നൃത്ത കലാവേദികൾ ഉണർന്നു. വിദ്യാരംഭം ഒക്ടോബർ 2. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പുതുപ്പള്ളി തലപ്പാടിയിലെ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ച് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്ന പുതിയ സ്മോൾ ആനിമൽ ഹൌസ് ഉദ്ഘാടനത്തിന് ഒരുങ്ങി. ഈ മാസം 26 തലപ്പാടിയിൽ നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി ആരംഭിക്കുന്ന അമീബിക് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ശേഷം കേരളത്തിലെ രണ്ടാമത്തെ വലിയ സ്മോൾ ആനിമൽ ഹൗസായ തലപ്പാടി ക്യാമ്പസിൽ 2000 മൈസ് 2000 റാറ്റ് വരെ സൂക്ഷിക്കാൻ ശേഷിയുള്ളതാണ്. ആധുനിക ആനിമൽ ബിഹേവിയറൽ റിസർച്ച് ഉപകരണങ്ങളും ഗവേഷണത്തിനുള്ള വിപുലമായ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം അമീബിക് മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്ന രോഗാണുക്കളെ കണ്ടെത്താനുള്ള നവീന ജലപരിശോധനാ സൗകര്യത്തിനും തുടക്കം കുറിക്കാൻ മഹാത്മാഗാന്ധി സർവകലാശാല ഒരുങ്ങുകയാണ്. IUCBR ആൻഡ് SSHന്റെ ഭാഗമായി ആരംഭിക്കുന്ന അമീബിക് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ നിർവഹിക്കും. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു സംരംഭത്തിനാണ് സർവകലാശാല തുടക്കമിടുന്നത്. സംസ്ഥാനത്ത് കൂടുതൽ ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും അടിയന്തരമായി സ്ഥാപിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ C.T. അരവിന്ദകുമാർ, IUCBR ഡയറക്ടർ ഡോക്ടർ രാധാകൃഷ്ണൻ, ശാസ്ത്രജ്ഞരായ ഡോക്ടർ ഗൗതം ചന്ദ്ര, ഡോക്ടർ രാജേഷ് A. ഷെണായി എന്നിവരുടെ നേതൃത്വത്തിൽ നിഷാദ് കീത്തേടത്ത്, ആനന്ദ് കൃഷ്ണൻ, സ്കിന അസ്മി, നീതു P, അശ്വതി S എന്നീ ഗവേഷകരാണ് പരിശോധനാ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ചുറ്റുപാടുകളിലുള്ള ജലാശയങ്ങളിൽ നിന്ന് അമീബയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് കിറ്റും IUCBR ആൻഡ് SSH വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. 2 പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതാണ്. ഒന്ന്, അവിടെ ഒരു ഏകദേശം 5 കോടി രൂപ ചെലവാക്കി സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ടറാണ് ഒരു ആനിമൽ ഹൗസ്, സ്മോൾ ആനിമൽ ഹൗസ് 26-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, ആനിമൽ ഹൗസ് ബയോമെഡിക്കൽ മേഖലയിൽ ഒരുപാട് ഗവേഷണങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് സ്മോൾ ആനിമൽ ഹൗസ്. അതിന്റെ പ്രത്യേകത ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള അതിനുശേഷം അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആനിമൽ ഹൗസ് ഉണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഇത്രയും വലിയ ആനിമൽ ഹൗസ് രണ്ടാമത്തതാണ് കേരളത്തിൽ തന്നെ ഉള്ളത്. ഒരു ഒട്ടനവധി ഫെസിലിറ്റീസ് ഉള്ള ഒരു ആനിമൽ ഹൗസ് ആണ്. അത് 26-ാം തീയതി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അത് തന്നെ ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യമായി ഏറ്റെടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഈ അമീബിക് ടെസ്റ്റിംഗ് ആൻഡ് റിസർച്ച് സെന്റർ, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് 26-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വാസവ മിനിസ്റ്ററാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതും 26-ാം തീയതിയാണ്. സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ സെനോ ജോസ്, ഡോക്ടർ ജയചന്ദ്രൻ കെ, സെന്റർ ഡയറക്ടർ ഡോക്ടർ രാധാകൃഷ്ണൻ EK തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ആർപ്പുക്കരയിൽ സ്കൂൾ മൈതാനത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും ലഭിച്ച അസ്ഥികൂടവും തലയോട്ടിയും 30 വയസ്സ് തോന്നിക്കുന്ന യുവാവിന്റേതെന്ന് പോലീസ് അറിയിച്ചു. കാൽപാദത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചിട്ടില്ല. അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. ആർപ്പൂക്കര മെഡിക്കൽ കോളേജ് സ്കൂൾ മൈതാനത്തിന് സമീപത്ത് നിന്നും കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികളും 30 വയസ്സ് തോന്നുന്ന പുരുഷന്റേതാണെന്ന് ഗാന്ധിനഗർ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഫുട്ബോൾ കളിച്ച കുട്ടികളാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. കാട്ടിലേക്ക് വീണ പന്ത് തിരയുന്നതിനിടെയാണ് അസ്ഥികൾ കണ്ടത്. തുടർന്ന് പരിശീലകനെ അറിയിക്കുകയും ഇവർ പോലീസിന് വിവരം കൈമാറുകയുമായിരുന്നു. പോലീസും ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തലയോട്ടിയും അസ്ഥികളും മണ്ണിന്റെ സാമ്പിളുകളും ശേഖരിച്ചു. അസ്ഥികളിൽ കാൽപാദത്തിന്റെ ഭാഗങ്ങളില്ല. മരിച്ചത് യുവാവ്
യുവാവാണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഗാന്ധിനഗർ സ്റ്റേഷൻ പരിധിയിൽ യുവാവിനെ കാണാതായതായി നിലവിൽ റിപ്പോർട്ടില്ല. അന്വേഷണം മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അസ്ഥികളുടെ സമീപത്തു നിന്നും ചെരിപ്പ്, മുണ്ട്, വെള്ളത്തിന്റെ ബോട്ടിൽ എന്നിവയും കണ്ടെടുത്തു. ഇത് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കി. ഗാന്ധിനഗർ SHO ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നാടെങ്ങും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആദ്യ ദിനമായ തിങ്കളാഴ്ച ദേവിയുടെ ശൈലപുത്രി ഭാവമാണ് ദർശിക്കാനാവുക. ഒക്ടോബർ 2-നാണ് വിജയദശമി. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിൽ സംഗീത നൃത്ത വാദ്യ കലാവേദി ഉണർന്നു. ആദിപരാശക്തിയുടെ ആരാധനയുടെയും വിദ്യാരംഭത്തിന്റെയും കലയുടെയും ഉത്സവമാണ് നവരാത്രി. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ദേവിയുടെ 9 ഭാവങ്ങളാണ് ദർശിക്കാനാവുക. ആദ്യ ദിനമായ ഇന്ന് ദേവി ശൈലപുത്രി ഭാവത്തിലാണ്. 2-ാം ദിനമായ ചൊവ്വാഴ്ച ബ്രഹ്മചാരിണി, 3-ാം ദിവസം ചന്ദ്രകണ്ഠ, 4-ാം ദിവസം കുഷ്മാണ്ഡ, 5-ാം ദിവസം സ്കന്ദമത, 6-ാം ദിവസം കാർത്യായനി, 7-ാം ദിവസം കാളി, 8-ാം ദിവസം മഹാഗൗരി, 9-ാം ദിവസം സിദ്ധിദാത്രി എന്നീ ഭാവങ്ങളിലാവും ദേവിയെ ആരാധിക്കുന്നത്. കേരളത്തിൽ ദുർഗാഷ്ടമി വരെ ദുർഗയെയും, നവമിയിൽ മഹാലക്ഷ്മിയെയും, വിജയദശമിയിൽ മഹാസരസ്വതിയെയും ആരാധിക്കുന്നു. മഹാസരസ്വതി പൂജയ്ക്ക് പ്രാധാന്യം നൽകി ഈ ദിവസം വിദ്യാരംഭമായി ആചരിക്കുന്നു. നവരാത്രി ദിവസങ്ങളിൽ ഏറെ പ്രാധാന്യമേറിയ ദുർഗാഷ്ടമി ദിനത്തിൽ ഗ്രന്ഥപൂജ ചെയ്ത് മഹാനവമി നാൾ അടച്ചുപൂജയ്ക്ക് ശേഷം വിജയദശമി നാൾ വിദ്യാരംഭം കുറിക്കുന്നു. കോട്ടയം ജില്ലയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഏറെ പ്രസിദ്ധമായ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിൽ ആദ്യ ദിനമായ തിങ്കളാഴ്ച മുതൽ സംഗീത, വാദ്യ, നൃത്ത കലോപാസകരുടെ കലാ അർച്ചനയ്ക്കും തുടക്കമായി. നിരവധി പേരാണ് ഈ ദിവസങ്ങളിൽ ദേവിക്ക് മുന്നിൽ അർച്ചന അർപ്പിക്കാനെത്തുന്നത്. നവരാത്രി വ്രതം, ദുർഗാപൂജ, കാളിപൂജ, ദസ്ര, ആയുധപൂജ, ശക്തിപൂജ, കൊലുവയ്പ്, മഹാസരസ്വതി പൂജ, വിദ്യാരംഭം, ശാക്തേയ പൂജ, മഹാലക്ഷ്മി പൂജ തുടങ്ങിയ പ്രാദേശികമായ പല പേരുകളിലും ഈ ഉത്സവം അറിയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, പൊൻകുന്നം. വലിയ അന്നങ്ങൾ പറന്നിറങ്ങി. നിലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടയണിക്ക് അനുഗ്രഹീത സമാപ്തി. 10 വർഷത്തിന് ശേഷം പടയണിക്കളത്തിലേക്ക് 2 വലിയ അന്നങ്ങൾ എഴുന്നള്ളിയ അപൂർവ കാഴ്ച ദേശത്തിന് ആനന്ദ നിർവൃതിയേകി. നീലമ്പേരൂർ പൂരം പടയണിക്ക് ഭക്തിസാന്ദ്രമായ സമാപനം. അവിട്ടം നാളിൽ ചൂട്ടുപടയണിയോടെ ആരംഭിച്ച പടയണി ചടങ്ങുകൾ ഇന്നലെ രാത്രി പൂരം പടയണിയിൽ വല്യന്നം എഴുന്നള്ളിയതോടെ സമാപിച്ചു. കല്യാണ സൗഗന്ധികം തേടിപ്പോയ ഭീമസേനൻ ഗന്ധമാദനഗിരി പർവ്വതത്തിൽ മാനസ സരോവരത്തിൽ നീന്തുന്ന അരയന്നങ്ങളെ കാണുന്ന കാഴ്ചയാണ് പൂരം പടയണിയായി നീലമ്പേരൂരിൽ പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചത്. ചേരമാൻ പെരുമാൾ കോവിലിൽ പോയി അനുവാദം വാങ്ങിയ ശേഷമാണ് പടയണി ചടങ്ങുകൾ തുടങ്ങിയത്. 2 വലിയ അന്നവും ചെറിയ അന്നവുമാണ് പൂരത്തിന് എഴുന്നള്ളിയത്. ദേവിയുടെ തിരുനടയിൽ പുത്തൻ അന്നങ്ങളെയും കാഴ്ചവെച്ചു. വ്യത്യസ്തമായ അളവുകളിലുള്ള അന്നങ്ങളെയാണ് ഭക്തരുടെ നേർച്ചയായി ദേവിക്ക് സമർപ്പിച്ചത്. വലിയ അന്നങ്ങളും ചെറിയ അന്നങ്ങളും മറ്റു കോലങ്ങളും പടയണിക്കളത്തിൽ എത്തിയതിനു ശേഷം സിംഹം എഴുന്നള്ളിയതോടെ ഈ വർഷത്തെ പടയണി ചടങ്ങുകൾക്ക് സമാപനമായി. ആയിരക്കണക്കിന് ഭക്തരാണ് നീലമ്പേരൂർ പടയണിക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പന്തളത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമം വൻ വിജയകരമായിരുന്നുവെന്ന് സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. സംഗമത്തിൽ 4000-ലധികം അംഗങ്ങൾ പങ്കെടുത്തു. സംഗമത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കോട്ടയത്ത് അറിയിച്ചു.
ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ വിജയമായിരുന്നുവെന്ന് മന്ത്രി VN വാസവൻ. 5000 പേർക്ക് ഇരിക്കാവുന്ന പന്തലായിരുന്നു. 4126 പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പരിപാടി തുടങ്ങും മുൻപുള്ള വീഡിയോ ആണ് പലരും തെറ്റായി പ്രചരിപ്പിച്ചത്. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആളുകൾ നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഹൈക്കോടതി നിർദ്ദേശം മുഴുവൻ പാലിച്ചാണ് പരിപാടി നടത്തിയത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം മറ്റ് സെഷനിൽ പങ്കെടുക്കാനാണ് ആളുകൾ പോയത്. വിലപ്പെട്ട നിരവധി നിർദ്ദേശങ്ങൾ സംഗമത്തിൽ ഉയർന്നു വന്നു. 18-അംഗ കമ്മിറ്റി ഈ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു. വിഷയങ്ങളിലായിരുന്നു പാനൽ ഡിസ്കഷൻ. ഒന്ന്, മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി 1033 കോടി രൂപയുടെ പ്രോജക്റ്റാണ് 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുക. അത് സംബന്ധിച്ച് സാനിറ്റേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സഞ്ചാരയോഗ്യമായ പാതയുടെ പ്രശ്നമുണ്ട്, അമ്യൂണിറ്റി സെൻറ്റർ നിർമ്മിക്കുന്നതിൻ്റെ വിഷയങ്ങളുണ്ട്, ഇപ്പോൾ ഉള്ള കെട്ടിടങ്ങൾ ഏതൊക്കെ തരത്തിലേക്ക് മാറ്റണമെന്നുള്ളതുണ്ട്, അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നം സംരക്ഷിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള മാസ്റ്റർ പ്ലാനാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് വളരെ ശാസ്ത്രീയമായി തന്നെ പഠനം നടത്തിയാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയിട്ടുള്ളത്. വിദഗ്ധരൊക്കെ പരിശോധിച്ച് അഭിപ്രായം പറഞ്ഞു. അവരത് പ്രസൻറ്റ് ചെയ്തപ്പോഴും വളരെ നമുക്ക് ഭംഗിയായി മനസ്സിലാകുന്ന രൂപത്തിൽ അത് പ്രസൻറ്റ് ചെയ്യുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ KSRTC ഡിപ്പോയ്ക്ക് 2 പുതിയ ബസ്സുകൾ അനുവദിച്ചു. തിരുവമ്പാടിക്കും ആനക്കട്ടിക്കുമാണ് ബസ്സുകൾ. KSRTC പാലാ ഡിപ്പോയ്ക്ക് 2 പുതിയ ബസ്സുകൾ അനുവദിച്ചു. തിരുവമ്പാടി, ആനക്കട്ടി എന്നീ സർവീസുകൾക്കാണ് പുതിയ ബസ്. ഉച്ചയ്ക്ക് 1:30 തിരുവമ്പാടിക്കും രാത്രി 10 ആനക്കട്ടിക്കുമാണ് പുതിയ ബസ് സർവീസ് തുടങ്ങുന്നത്. പുതിയ ബസിന്റെ യാത്രാ തുടക്കം പാലാ ഡിപ്പോ ആഘോഷമാക്കി. മാണി കാപ്പൻ MLAയുടെ ശ്രമഫലമായി അനുവദിച്ച പുതിയ ബസ്സുകൾ അലങ്കരിച്ച ഡിപ്പോയിൽ പ്രദർശിപ്പിച്ചു. മാണി കാപ്പൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പാലാ ATO അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ PG ജോസഫ്, സൂപ്രണ്ട് ദീപ, മുനിസിപ്പൽ കൗൺസിലർ ജിമ്മി ജോസഫ്, താലൂക്ക് സമിതി അംഗം പീറ്റർ പന്തലാനി, തങ്കച്ചൻ മുളങ്ങുന്നം, TV ജോർജ്, റോയ് നാടുകാണി, താഹ തലനാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പൊൻകുന്നത്തെ കൊള്ളപ്പലിശ സംഘത്തിന് CPM പിന്തുണയുണ്ടെന്ന് BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഓപ്പറേഷൻ ഷൈലോക്കിൽ നിരവധി ക്രമക്കേട് കണ്ടെത്തപ്പെട്ട CPM CITU ഭാരവാഹി മുകേഷ് മുരളിയുടെ സാമ്പത്തിക പശ്ചാത്തലം അന്വേഷിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. CPMന്റെ സംരക്ഷണയിലാണ് സംഘം പ്രവർത്തിച്ചതെന്നും ഇതിലെ ഒരു കണ്ണിയെ മാത്രമാണ് പിടികൂടിയിട്ടുള്ളതെന്നും BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ സംവിധാനങ്ങളെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ CPM സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ചെറിയ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ CPIMന്റെ പ്രധാന നേതാക്കളുടെയൊക്കെ വരുമാന സ്രോതസ്സും മറ്റു കാര്യങ്ങളും അന്വേഷിച്ചാൽ ഇതെല്ലാം ഇതുമായിട്ട് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ബന്ധപ്പെട്ട സംഭവങ്ങൾ. കൃത്യമായിട്ടുള്ളൊരു ജോലിയോ സംവിധാനമോ അല്ലെങ്കിൽ ബിസിനസ്സോ സംവിധാനമോ ഒന്നും ഇല്ലാതെ തന്നെ ഇതുപോലുള്ള മസിൽ പവർ ഉപയോഗിച്ചും സാധാരണക്കാരനെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ കൊള്ളപ്പലിശ ഇടപാടുകൾ നടത്തിയും രാഷ്ട്രീയ സംവിധാനങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ച് അതിൻ്റെ തണലിൽ അവരെ സംരക്ഷിച്ചു നിർത്തിയതിൻ്റെ ഫലമായിട്ടുണ്ടാക്കിയിട്ടുള്ള സ്വത്ത് വിവര സംവിധാനങ്ങളാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ടെല്ലാം നമുക്ക് അന്വേഷിച്ചാൽ ചെന്നെത്തി നിൽക്കുന്നത്. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി. ഇതോടൊപ്പമുള്ള നവരാത്രി ആഘോഷങ്ങൾക്ക് ഒക്ടോബർ 2 സമാപനമാകും. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി. 25-ാം വർഷമാണ് ഇവിടെ യജ്ഞം നടക്കുന്നത്. പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് സപ്താഹയജ്ഞം. നാളെ ശ്രേഷ്ഠമായ വരാഹാവതാരം പാരായണം ചെയ്യും. വെള്ളിയാഴ്ച ശ്രീകൃഷ്ണ അവതാരവും ശനിയാഴ്ച രുക്മിണി സ്വയംവരവും നടക്കും. ഈ മാസം 29-ന് പകൽ 11:30-ക്കാണ് യജ്ഞസമർപ്പണം. യജ്ഞത്തിന്റെ ഭാഗമായി ദിവസവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഭജൻസ്, ഡോക്ടർ അലക്സ് ജേക്കബ് IPSന്റെ ആധ്യാത്മിക പ്രഭാഷണം എന്നിവ നടക്കും. യജ്ഞത്തിന് ഭക്തജനങ്ങളുടെ പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നതായി NSS പൊൻകുന്നം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS മോഹൻ പറഞ്ഞു. കാര്യപരിപാടികളൊക്കെ അതുപോലെ തന്നെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അതോടുകൂടി തന്നെ നമുക്ക് നവരാത്രി മഹോത്സവമുണ്ട്. അതിനോടനുബന്ധിച്ച് മതപാഠശാലയുടെ വാർഷികമുണ്ട്, എഴുത്തിരിപ്പുണ്ട്, ബാക്കി പുണ്യകർമ്മങ്ങളൊക്കെ ഉണ്ടതാണ്. അതുകൊണ്ട് ഈ വിജയദശമി ദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ പരിപാടിയെല്ലാം നടത്തുന്നതാണ്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ഭക്തജനങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സാന്നിധ്യം, സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം ഉണ്ടാവുന്ന പൂർണ്ണ വിശ്വാസം. 29-ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം പൂജവയ്പ് നടക്കും. വിജയദശമി ദിനമായ വ്യാഴാഴ്ച പുലർച്ചെ 6 മണി മുതൽ പൂജയെടുപ്പും വിദ്യാരംഭവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് PK ബാബുക്കുട്ടൻ നായർ, സെക്രട്ടറി VR രാധാകൃഷ്ണ കൈമൾ, KP മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിവിധ മേഖലകളിൽ സ്തുത്യർഹ സേവനം നടത്തിയവരെയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുത്തോലി ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. പഞ്ചായത്ത് ഹാളിൽ വിജയപഥം എന്ന പേരിൽ നടന്ന ചടങ്ങ്
പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം ലഹരിക്കെതിരെ പ്രത്യേക ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. 55 ലക്ഷം രൂപയുടെ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് കേസിലെ പ്രതി അറസ്റ്റിലായി. കോഴിക്കോട് നടുവണ്ണൂർ ചെറിയ പറമ്പിൽ സുബൈർ ആണ് അറസ്റ്റിലായത്. ട്രേഡ് നടത്തി ലാഭം ഉണ്ടാക്കിത്തരാം എന്ന് വിശ്വസിപ്പിച്ച് രാമപുരം ഏഴാച്ചേരി സ്വദേശിയിൽ നിന്നും പല അക്കൗണ്ടുകളിലേക്ക് 55 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. രാമപുരം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടുകയും ആയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പുതുപ്പള്ളി തലപ്പാടി ക്യാമ്പസിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ച് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സ്മോൾ ആനിമൽ ഹോം ഒരുങ്ങി. ഉദ്ഘാടനം 26. കോട്ടയം ആർപ്പുക്കരയിൽ സ്കൂൾ മൈതാനത്തിന് സമീപത്ത് നിന്നും ലഭിച്ച അസ്ഥികൂടം 30 വയസ്സ് പ്രായമുള്ള യുവാവിന്റേത്. അന്വേഷണം ജില്ലയ്ക്ക് വെളിയിലേക്ക്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിൽ സംഗീത നൃത്ത കലാവേദികൾ ഉണർന്നു. വിദ്യാരംഭം ഒക്ടോബർ 2. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.